തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് എറണാകുളം ജില്ലയിലാണ് 74.55%. കഴിഞ്ഞ തവണ 77.28% ആകെ പോളിംഗ്. കൊച്ചി കോർപ്പറേഷനിൽ 61.17% പോളിംഗ് രേഖപ്പെടുത്തി. നഗരസഭകളിൽ ഉയർന്ന പോളിംഗ് മൂവാറ്റുപുഴയിലും കുറവ് തൃക്കാക്കരയിലുമാണ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് 66.78%. കഴിഞ്ഞ തവണ 75.9% പോളിംഗ്. ആകെ 10,62,756 വോട്ടർമാരിൽ 7,09,695 പേരാണ് വോട്ട് ചെയ്തത്. അടൂർ നഗരസഭയിൽ 64%, പത്തനംതിട്ട നഗരസഭയിൽ 67.8%, തിരുവല്ല നഗരസഭയിൽ 60.83%, പന്തളം നഗരസഭയിൽ 71.28% വോട്ട് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം ജില്ലയിൽ 67.42% പോളിംഗ് രേഖപ്പെടുത്തി. 19,63,684 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കോർപ്പറേഷനിൽ 58.24% പോളിംഗ് രേഖപ്പെടുത്തി. മുനിസിപ്പാലിറ്റിയിൽ നെയ്യാറ്റിൻകരയാണ് കൂടുതൽ പോളിംഗ് 70.36%. വർക്കല മുനിസിപ്പാലിറ്റിയിലാണ് കുറവ് രേഖപ്പെടുത്തിയത്. കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് വാർഡിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. കൊല്ലത്ത് 70.3% പോളിംഗ്. ആകെ 22,71,343 വോട്ടർമാരുള്ള ജില്ലയിൽ 15,96,711 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണത്തേക്കാൾ 5.65% വോട്ടിന്റെ കുറവാണ് ഇത്തവണയുണ്ടായത്. കൊല്ലം കോർപ്പറേഷൻ പരിധിയിലും 2.96% വോട്ടിന്റെ കുറവുണ്ടായി. പരവൂർ, പുനലൂർ, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര എന്നിങ്ങനെ 4 മുനിസിപ്പാലിറ്റിയിൽ കരുനാഗപ്പള്ളിയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. ആലപ്പുഴ ജില്ലയിൽ 73.76% പോളിംഗ് രേഖപ്പെടുത്തി. നിലവിൽ 13,29,475 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്.